തിരുവനന്തപുരം മുതലപ്പുഴയിലും 5 തെങ്ങിലും ശക്തമായ തിരമാല ശക്തമായതോടെ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി. ഇന്നലെ രാത്രി തന്നെ പല വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പല വീട്ടിലെ കട്ടിലുകളും ഇലക്ട്രോണിക് സാധനങ്ങളും വെള്ളത്തിൽ മുങ്ങിയിരുന്നു. വിവരങ്ങളുമായി മാനസ മനോജ് ഒരിക്കൽ കൂടി ചേരുന്നു. മാനസ, മുതലപ്പുഴയിലും 5 തെങ്ങിലുമാണ് കടൽ കരയിലേക്ക് കയറുന്നത്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി മുതൽ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്താണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം? അഞ്ജന, നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വെള്ളം കയറി തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വീടുകൾ ഒഴിയുന്ന സമീപനം തന്നെയായിരുന്നു തീരദേശവാസികളുടേത്. തിരുവനന്തപുരത്ത് 5 തെങ്ങിലും പെരുമാതുറയിലും അതോടൊപ്പം തന്നെ മുതലപ്പുഴി തുടങ്ങിയ തീരപ്രദേശങ്ങളിലെ ആണ് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായത്. ചെറിയ രീതിയിലുള്ള ഒരു കടലാക്രമണ ആയിരുന്നു രാത്രിയിൽ. പക്ഷേ പിന്നെ അത് വലിയ രീതിയിൽ ആകുമെന്ന ഭയത്താൽ പെട്ടെന്ന് തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടായപ്പോൾ തന്നെ പെട്ടെന്ന് മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രിയെ അപേക്ഷിച്ച് നിലവിൽ ഈ ഒരു കടലേറ്റം അല്ലെങ്കിൽ കടലാക്രമണത്തിന് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതും. ഇന്ന് രാത്രി 11:30 വരെയാണ് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. റെഡ് അലേർട്ടായിരുന്നു, പക്ഷേ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറുകയായിരുന്നു. എങ്കിൽ കൂടിയും അതീവ ജാഗ്രത വേണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. ഇതിൻ്റെ സാഹചര്യത്തിലാണ് ഈ ജാഗ്രത പുലർത്തി തീരദേശവാസികൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് മറ്റു ജില്ലകളിൽ ആലപ്പുഴയിലും തൃശ്ശൂരിലുമാണ് ഇത്തരത്തിൽ ഒരു കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ രാത്രി ഈ 5 തെങ്ങിൽ 3 വീടുകളിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം ആ വീടുകളിലെ 3 വീടുകളിലെയും ആളുകളെ ബന്ധുവീടുകളിലേക്ക്, കുറച്ചകലെയുള്ള ബന്ധുവീടുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ തീരത്ത് അധികം ആളുകൾ നിൽക്കുന്നില്ല. നിലവിൽ ഇത്തരം ഒരു ഭീഷണി സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഒപ്പം തീരത്ത് അടുത്ത് കച്ചവടം നടത്തുന്ന ആളുകളൊക്കെയും മാറി നിൽക്കുന്നുണ്ട്. കച്ചവടം നടത്താൻ പാടില്ല, അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകിയതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ ആശങ്ക പടർത്തുന്ന സാഹചര്യമല്ല എങ്കിൽ കൂടിയും ചെറിയ തോതിലുള്ള കടലാക്രമണവും കടലേറ്റവും അതോടൊപ്പം തന്നെ ഭിത്തി കടക്കുന്ന രീതിയിലുള്ള കടൽ ഏറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ജന. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.